ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് ആണ് നോക്കിയത് ഇംഗ്ലീഷിൽ ദാറ്റ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഇൻ ദ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ആ വീഡിയോ കാണാത്തവർ പ്ലീസ് വാച്ച് ദറ്റ് വീഡിയോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദോസ് റൂൾസ് എസ് വെൽ. ഈ വീഡിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇതിലും നമ്മൾ ഓരോ റൂൾസ് വിത്ത് ഈച്ച് എക്സാമ്പിൾസ് ആൻഡ് വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു. നമ്മൾ ഓരോ റൂൾ കഴിഞ്ഞിട്ടും അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ്സ് ഈസിയർ ഫോർ യു ഗൈസ്. നമുക്ക് ഓരോരോ റൂൾസ് ആയിട്ട് പോവാം. ലൈക്ക് ഐ സെഡ്, മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. നമുക്ക് ഫസ്റ്റ് റൂളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഗ്രാമറായിട്ട് ചൂസ് ചെയ്യുമ്പോൾ എന്താ നോക്കുക? സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യുന്നുണ്ടോ നോക്കുക. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ഇസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ തിങ്സ് നമ്മൾ ഗ്രാമറിൽ ശ്രദ്ധിക്കേണ്ടത്. സോ സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യാൻ വെച്ചാൽ എന്താ? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബ് സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർബ് സിംഗുലർ. Obviously, since we are dealing with language, there are exceptions. കുറച്ച് എക്സെപ്ഷൻസ് നമ്മൾ മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പ്ലൂറൽ എന്ന് വിചാരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവും, അത് ചിലപ്പം പ്ലൂറൽ ആയിരിക്കില്ല, അങ്ങനത്തെയൊക്കെ. പക്ഷെ അത് ഇതിലും ഉണ്ട്. നമുക്ക് വീൽ സ്റ്റഡി ഇറ്റ് ടുഗെദർ ആൻഡ് വീൽ ഡീൽ വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് റൂൾ നോക്കാം. സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ വരിക ഇന്റർവീനിങ് ഫ്രേസസ് എന്ന് പറയും. ഇന്റർവീനിങ് ഫ്രേസസ് എന്താ? ഇടയിൽ വരുന്ന ഇന്റർവെൻഷൻ, ഇടയ്ക്ക് വരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്റർവീനിങ് എന്ന് പറഞ്ഞാൽ ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇത് പോരാ, ഇത് കൂടാഞ്ഞ്, അങ്ങനെയൊക്കെ പറയുന്നത് ആസ് വെൽ എസ് എന്നൊക്കെ പറയുന്ന സാധനം എപ്പോഴും നമ്മളെ സബ്ജക്റ്റ് എന്താണോ അത് വെച്ച് അതിനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഡസൻ എഫക്റ്റ്. സോ എക്സാമ്പിൾ നോക്കൂ, ദ ക്യാപ്റ്റൻ ആസ് വെൽ എസ് ദ പ്ലെയേഴ്സ്, അല്ലേ? ഈ പ്ലെയേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, അത് പ്ലൂറൽ ആണ്, പക്ഷേ ഇറ്റ് ഡസൻ എഫക്ട് ദ നമ്പർ ഓഫ് ദ സബ്ജക്ട്. സബ്ജക്റ്റ് എത്ര എണ്ണം ഉണ്ടോ, പ്ലൂറൽ ആണോ സിംഗുലർ ആണോ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ. നമ്മൾ എപ്പോഴും ഈ കണക്റ്റേഴ്സ് ഉപയോഗിക്കുമ്പം ഈ ഇന്റർവീനിങ് ഫ്രേസസ് ആയ ആസ് വെൽ എസ്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു ഒക്കെ ഉപയോഗിക്കുമ്പോൾ ദ നമ്പർ ഓഫ് ദ സബ്ജക്റ്റ് നമ്മളതിൽ മാറ്റർ ചെയ്യുന്നില്ല. സോ ദ ക്യാപ്റ്റൻ ആസ് വെൽ എസ് ദ പ്ലെയേഴ്സ്, ഇവിടെ ഇപ്പം എത്ര പേരുണ്ട്, കുറേ പേരുണ്ടല്ലോ എന്ന് വെച്ച് നമ്മുടെ ആറൊന്നും എഴുതരുത്. ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ. ഇസ് ഓൺ ദ ഫീൽഡ്. ദ ക്യാപ്റ്റൻ ആസ് വെൽ എസ് ദ പ്ലെയേഴ്സ് ഇസ് ഓൺ ദ ഫീൽഡ്. വേറെ നോക്കൂ, ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ്. അലോങ് വിത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇന്റർവീനിങ് ഫ്രേസസ് ആണ്. ദാറ്റ് ഡസൻ, അതിൻ്റെ നമ്പറിൽ നമ്മൾ മാറ്റർ ചെയ്യരുത്. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഇസ് പ്രസന്റ്. റാം ആസ് വെൽ എസ് ഹിസ് ഫ്രണ്ട്സ്. ആസ് വെൽ ഇസ് ഓൾസോ an intervening phrase that we just learned, അല്ലേ? റാം ആസ് വെൽ എസ് ഹിസ് ഫ്രണ്ട്സ് വാസ് ഇൻവൈറ്റഡ്. ഇറ്റ്സ് നോട്ട് വെയർ, ഇറ്റ്സ് വാസ് ഇൻവൈറ്റഡ്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഇന്റർവീനിങ് ഫ്രേസസ് ഏതാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ആസ് വെൽ എസ് ഉണ്ട്, അലോങ് വിത്ത് ഉണ്ട്, ഇൻ അഡീഷൻ ടു ഉണ്ട്, ടുഗെദർ വിത്ത് ഉണ്ട്. ഇതൊക്കെ നമ്പർ ഓഫ് ദ സബ്ജക്ട്സിൽ മാറ്റർ ചെയ്യുന്നില്ല നമ്മൾ സബ്ജക്റ്റും വേർബ് അഗ്രി ചെയ്യാൻ നോക്കുമ്പോൾ. അടുത്ത റൂൾ നോക്കാം. അടുത്ത റൂൾ എന്തൊക്കെയാണ്? ഐദർ ഓർ, നൈദർ നോർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതൊക്കെ നമ്മൾ ഇന്റർവീനിങ് ആയിട്ടുള്ള ഫ്രേസസ് ആണ്. നമ്മൾ കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഐദർ ദിസ് ഓർ ദാറ്റ്, നൈദർ ദിസ് നോർ ദാറ്റ്, നോട്ട് ഓൺലി ദിസ് ബട്ട് ഓൾസോ ദാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ the verb is always agreeing with the subject that is closest to it. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? There's another name for this rule, rule of proximity. Proximity എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും അടുത്തുള്ളത് എന്നല്ലേ അർത്ഥം. അപ്പോൾ rule of proximity, the verb agrees with the subject that is closest to it. ഇവിടെ നോക്ക്, neither the teacher nor കഴിഞ്ഞ ഉടനെ അടുത്ത് എന്താ? the students എന്നല്ലേ? അപ്പോൾ എന്ത് വരും? are here. neither the teacher nor the students, അപ്പോൾ അവിടെ ആറ് വരണം. ഇവിടെ നോക്ക്, either റാം or his brothers, അല്ലേ? സബ്ജക്റ്റിന്റെ വേർബിന്റെ അടുത്ത് വരേണ്ട ഏതാണ്? പ്രോക്സിമിറ്റി ആണ്. പ്രോക്സിമിറ്റി റൂളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സബ്ജക്ട് ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു ദ വേർബ് ഇസ് ബ്രദേഴ്സ് ഹിയർ. അപ്പോൾ ദാറ്റ് ഇസ് എ പ്ലൂറൽ നൗൺ. അപ്പം പ്ലൂറൽ വേർബ് വിച്ച് ഇസ് എൻ ആർ. ഇവിടെ ദ സബ്ജക്ട് ദാറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു ദ വേർബ് എന്താണ്? സ്റ്റുഡൻസ് ആണ്. അത് പ്ലൂറൽ ആണ്. അപ്പോൾ അവിടെ ആറെന്ന് എഴുതുക. അപ്പോൾ നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് ആർ ഹിയറും ഐദർ റാം ഓർ ഹിസ് ബ്രദേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്നാണ് വരേണ്ടത്. സോ ദിസ് ഇസ് കോൾഡ് ദ റൂൾ ഓഫ് പ്രോക്സിമിറ്റി. ഏറ്റവും വേർബിന് അടുത്തുള്ള സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ സിംഗുലാരിറ്റി ഓർ പ്ലൂറാലിറ്റി നോക്കുക. എന്നിട്ട് നമ്മൾ വി ഡിസൈഡ് വേർബ് എന്താവണം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കുന്നത് മെനി അല്ലെങ്കിൽ മോർ ദൻ വൺ എന്നൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. മെനി യും മോർ ദാൻ വണ്ണും ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന രണ്ട് വേർഡ്സ്. ഇതെപ്പോഴും സിംഗുലർ നൗണും സിംഗുലർ വേർബുമായിട്ടേ ഫോളോ ആവുള്ളൂ. ഇറ്റ് ഇസ് എ തംബ് റൂൾ. അത് വേറെ ഒന്നുമില്ല. മെനി സിംഗുലർ നൗണും ആയിരിക്കണം, സിംഗുലർ വേർബും ആയിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
singular noun and singular verb. Many a student. Many a student. Student noun ആണ് ഇവിടെ, which is a singular noun. ഇതല്ലേ ഇവിടുത്തെ verb. അപ്പോൾ verb is also singular. Has ആണ്. Many a student has failed. അടുത്ത് നോക്ക്. More than one candidate has. Candidate എന്നേ പറയുള്ളൂ, കാരണം more than one കഴിഞ്ഞിട്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ഓൾവേസ് എ സിംഗുലർ നൗൺ ആൻഡ് എ സിംഗുലർ verb. Many കഴിഞ്ഞിട്ടും സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ verb. So more than one candidate has applied. It's not have applied, it's has applied. Very very important rule. Many അല്ലെങ്കിൽ more than one കഴിഞ്ഞിട്ട് സിംഗുലർ നൗണും ആണ് സിംഗുലർ വേർബും ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ, ടൈറ്റിൽസും സബ്ജക്ട്സും ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയണേ. ടൈറ്റിൽസ് ഓഫ് ബുക്സ് ഉണ്ട്, മൂവീസിനൊക്കെ നമുക്ക് കുറേ ടൈറ്റിൽസ് അറിയാമല്ലോ. സബ്ജക്ട്സ് ഉണ്ട് അല്ലേ, കൺട്രീസ് ഉണ്ട്. സബ്ജക്ട്സ് എന്തൊക്കെയാണ്? മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്. ഇതൊക്കെ നമുക്ക് എസ് ഉള്ളതുകൊണ്ട് ഇത് പ്ലൂറൽ ആണോ എന്ന് തോന്നും. അല്ല, ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ വെൻ ഇറ്റ്സ് റെഫറിങ് ടു ദാറ്റ് ഫീൽഡ്. നമ്മൾ മാത്തമാറ്റിക്സിനെ പറ്റി പറയുകയാണല്ലേ, ആ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സിനെ പറ്റി പറയാണ്, ഫീൽഡ് ഓഫ് പൊളിറ്റിക്സിനെ പറ്റി പറയാണ്, ആ ഫീൽഡായിട്ട് റെഫർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ. നോക്ക്, ദ അവെഞ്ചേഴ്സ് അല്ലേ, ദ അവെഞ്ചേഴ്സ് ഇസ് എ മൂവി ടൈറ്റിലാണ്. അവിടെ അത് എസ് ആണ്. അവെഞ്ചേഴ്സ് കുറേ പേരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ആറെന്ന് എഴുതുമോ? ഇല്ല. ടൈറ്റിൽസ് ആർ ഓൾവേസ് ഗോയിങ് വിത്ത് എസ്. ദ അവെഞ്ചേഴ്സ് ഇസ് എ ഗ്രേറ്റ് മൂവി. മാർവെൽ എന്നല്ലല്ലോ, അപ്പോൾ അവെഞ്ചേഴ്സ് ഇസ് എ ഗ്രേറ്റ് മൂവി എന്ന് എഴുതിയാൽ മതി. നമ്മൾ അതിനെ എസ് കൂടെ ഉള്ളതുകൊണ്ട് അത് പ്ലൂറൽ ആണെന്ന് എഴുതേണ്ട ആവശ്യമില്ല. മാത്തമാറ്റിക്സ്, അത് ഞങ്ങൾ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് അല്ലേ പറയുന്നത്, ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കല്ലേ. അപ്പോൾ മാത്തമാറ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. മാത്തമാറ്റിക്സ് എന്നുള്ളതുകൊണ്ട് എസ് യു ഉണ്ടല്ലോ, മെസ്സേവ് ഉണ്ട്, അത് പ്ലൂറൽ ആവുന്നൊന്നും ഇല്ല. മാത്തമാറ്റിക്സ് ഇസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയാം. സോ ടൈറ്റിൽസ് ഓഫ് ബുക്സ് ഉണ്ട്, മൂവീസ് ഉണ്ട്, നെയിംസ് ഓഫ് കൺട്രീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സബ്ജക്ട്സ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എസ് അവിടെ കൂടെ ഉള്ളതുകൊണ്ട് പ്ലൂറൽ ആണ്, അതുകൊണ്ട് പ്ലൂറൽ വേർബ് എഴുതരുത്. ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ. മെനു സബ്ജക്ട്സിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഫീൽഡ് ഓഫ് ആ സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ. നമുക്ക് അടുത്ത് നോക്ക്, ടൈം, മണി, ഡിസ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായോ? ഒറ്റ യൂണിറ്റ് ആയിട്ട് 10,000 രൂപ ഞാൻ ഒറ്റ കെട്ടായിട്ട് നിങ്ങൾക്ക് തരാണ്. 10,000 ഒരു യൂണിറ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ അത് സിംഗുലർ ആണ്. അപ്പോൾ സോ ഇറ്റ്സ് സിംഗുലർ വെൻ കൺസിഡേർഡ് ആസ് എ യൂണിറ്റ്. ഇൻഡിവിജ്വലായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ 10,000 രൂപയുണ്ട്, അത് ഞാൻ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഇൻഡിവിജ്വലി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ലേ. അപ്പോൾ അതെന്താവും? യു ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ഇൻഡിവിജ്വലി. ആ 10,000 എന്ന കെട്ടിന് കുറച്ച് പൈസ ആയിട്ട് ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതിനെ പ്ലൂറലായിട്ട് എടുക്കണം. എക്സാമ്പിൾസ് ഉണ്ട് ഓഫ് കോഴ്സ്. 10,000 rupees ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി അല്ലേ. 10,000 rupees ഞാൻ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാണ് അവിടെ. അപ്പോൾ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ സിംഗുലർ ആണ്. പക്ഷെ ഇവിടെ നോക്ക്, 10,000 rupees വേർ ഡിസ്ട്രിബ്യൂട്ടഡ്, ബിക്കോസ് ഡിസ്ട്രിബ്യൂട്ടഡ് വന്നു ഇവിടെ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അതിൻ്റെ അർത്ഥം എന്താ? നീ ഇൻഡിവിജ്വലി അതിനെ കൺസിഡർ ചെയ്തു അല്ലേ. അപ്പോൾ 10,000 rupees അവിടെയാണെങ്കിൽ വേറെ വരും. പക്ഷെ 10,000 rupees ഇസ് എ ലോട്ട് ഓഫ് മണി എന്ന് പറയണം. 10 years 10 വർഷത്തെ സമയമായി. 10 വർഷം 10 years ഒറ്റ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണു. ഹെൻസ് 10 years ഇസ് എ ലോങ് ടൈം. അടുത്ത് നോക്ക്, 5,000 rupees എൻ്റെ കയ്യിൽ നിന്ന് 5,000 രൂപ ഒരാൾ കട്ടെടുത്തു. അപ്പോൾ 5,000 രൂപ ഞാൻ ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് പറയുന്നത്. വാസ് സ്റ്റോളൻ, സിംഗുലർ. മനസ്സിലായല്ലോ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണ് ആ സെൻറ്റൻസിലെ കോണ്ടെക്സ്റ്റ് എങ്കിൽ ഇറ്റ്സ് ഓൾവേസ് സിംഗുലർ. തിരിച്ചാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് പ്ലൂറൽ. നമുക്ക് അടുത്തത് നോക്കാം. ലൈക്ക് ഐ സെഡ്, നമ്മൾ ഓരോരോ സാധനങ്ങൾ വെച്ച് പഠിക്കാണല്ലോ. നൗൺസ്, പ്രോനൗൺസ് പഠിച്ചു, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ആണ്. എന്താണ് ആഡ്ജക്റ്റീവ്സ് ആഡ്വേർബ്സ് എന്ന് എല്ലാവർക്കും അറിയാലോ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത്, നൗണിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്ജക്റ്റീവ്സ്. ആഡ്വേർബ് എന്താണ്? ഹൗ യു ഡിസ്ക്രൈബ് എ വേർബ് ദാറ്റ് ക്വാളിഫൈസ് എ വേർബ് ആണ് ആഡ്വേർബ്. സോ ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ഉള്ള കുറച്ച് റൂൾസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ലിറ്റിൽ എന്ന് പറയുമ്പോൾ വെറും ഞാൻ ലിറ്റിൽ എന്ന് മാത്രമാണ് എഴുതിയെങ്കിൽ എന്താണ്? ഒന്നുമില്ല, നത്തിങ് എന്നുള്ള സാധനത്തിനോട് ഇക്വലൻ്റ് ആണ്. ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ് അല്ലേ. ദർ ഇസ് ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ വാട്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ എ ലിറ്റിൽ എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്താ? എ ലിറ്റിൽ വുഡ് മീൻ സംതിങ്, എന്തോ കുറച്ചുണ്ട് അവിടെ. ദാറ്റ് ഇസ് ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ. അല്ല, കുറച്ച് വെള്ളം കുറച്ചുണ്ട്. ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ യു ക്യാൻ ഡ്രിങ്ക്. ദാറ്റ് മീൻസ് ദർ ഇസ് ലിറ്റിൽ വാട്ടർ. കുറച്ച് വെള്ളം അവിടെ ഉണ്ട്,
you can drink it. But there is little water എന്ന് പറഞ്ഞാൽ there's no water എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി the little എന്താണ്? എല്ലാം, all that is, ബാക്കി ഇവിടെ ഉള്ളതെല്ലാം. The little water that is here is for you. The little water that is in the bottle is for you to drink. അതിലുള്ളതെല്ലാം, അതിൽ ബാക്കിയുള്ളതൊക്കെ നീ കുടിച്ചോ എന്ന് പറയുന്നതാണ് the little water എന്ന് പറയുന്നത്. സോ there is little hope of success നമ്മൾ പറയാറുണ്ടല്ലോ. പ്രതീക്ഷയൊന്നും ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതിനൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുന്നത് എങ്ങനെയാണ്? there is little, there's literally no hope, പക്ഷെ നമ്മളത് പറയുന്നത് there is little എന്നാണ്. a little patience can solve the problem. കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ you can solve this എന്ന് പറയില്ലേ. അപ്പോൾ a little, some, ഒരു കുറച്ച് എന്നുള്ളൊരു പോർഷനാണ് a little patient can solve this problem എന്ന് പറയുന്നത്. സോ ലൈക്ക് ഐ സെഡ്, വെറും ലിറ്റിൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് നെഗറ്റീവ്, ദാറ്റ്സ് നത്തിങ് എന്നുള്ളതിൻ്റെ ഒരു ഇക്വലൻ്റ് ആണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, ദാറ്റ്സ് സംതിങ്, ദാറ്റ്സ് ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ യു ക്യാൻ ഡ്രിങ്ക്. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ദ ലിറ്റിൽ, ഓൾ ദാറ്റ് ഇസ് അവൈലബിൾ, ദ ലിറ്റിൽ വാട്ടർ ദാറ്റ് ഇസ് ഇൻ ദ ബോട്ടിൽ ഇസ് ഫോർ യു ടു ഡ്രിങ്ക്, എല്ലാം നീ കുടിച്ചോളൂ എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് അത്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. അടുത്ത വീഡിയോ നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിൽ ഫ്യൂ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്, ദ ഫ്യൂ ഉണ്ട്. സെയിം മീനിങ്സ് ആണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് നെഗറ്റീവ്, ഒന്നും ഇല്ല അവിടെ. ഇനി നമ്മൾ ഫ്യൂ എന്ന് പറയുകയാണ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്, സംതിങ് ബാക്കിയുണ്ട്, കുറച്ചുണ്ട്, കുടിച്ചോളൂ. ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സെഡ് ദ ലിറ്റിൽ പോലെ തന്നെ ഓൾ ദാറ്റ്സ് അവൈലബിൾ ആണ് ദ ഫ്യൂ. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫ്യൂ പേഴ്സൺസ് കീപ് പ്രോമിസസ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്ലി, ആരും അങ്ങനെ അവരുടെ വാക്കിന് വില തയ്യാറില്ല എന്ന് പറയുന്നത്, ആ വാക്ക് പാലിക്കാറില്ല. അപ്പോൾ ഫ്യൂ പേഴ്സൺസ് കീപ് പ്രോമിസസ്, ഇറ്റ്സ് എ ഹാർഡ്ലി എനി വൺ കീപ് പ്രോമിസസ് എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് ഫ്യൂ പേഴ്സൺസ് കീപ് പ്രോമിസസ് എന്ന് പറയുന്നത്. ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദ എക്സാം. ഫ്യൂ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആരും തന്നെ പാസ്സായിട്ടില്ല എന്ന് പറയുന്നതിന് പകരമാണ് ഫ്യൂ സ്റ്റുഡൻസ് പാസ് ദ എക്സാം എന്ന് പറയേണ്ടത്. എ ഫ്യൂ സ്റ്റുഡൻസ് വെയർ സെലക്റ്റഡ്. എ ഫ്യൂ സ്റ്റുഡൻസ് സെലക്റ്റഡിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി. ഒരു സം ഓഫ് ദ സ്റ്റുഡൻസ് ഗോട്ട് സെലക്റ്റഡ് എന്ന് പറയുന്നതിന് പകരമാണ് എ ഫ്യൂ എന്ന് പറയുന്നത്. വെറും ഫ്യൂ ആണെങ്കിൽ നോബഡി, ഓക്കെ, ആർക്കും കിട്ടിയിട്ടില്ല. ഇറ്റ്സ് എ നെഗറ്റീവ്, നെഗേഷൻ ആണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഫ്യൂ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്, ദ ഫ്യൂ ഉണ്ട്. ദ ഫ്യൂ സ്റ്റുഡൻസ് ഹു ആർ ഇൻ ദ ക്ലാസ് ക്യാൻ ലീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ബാക്കി എല്ലാവർക്കും പോക്കോളാൻ. ദ ഫ്യൂ സ്റ്റുഡൻസ്, ദ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ക്യാൻ ലീവ് നൗ. നമ്മൾ പറയില്ലേ ബാക്കിയുള്ളവർക്കൊക്കെ പൊക്കോളൂ എന്ന് പറയുന്നതാണ് ദ ഫ്യൂ. ഇവിടെ ദ ഫ്യൂ ആണ്. ദർ ഇസ് ഓൾസോ ഫ്യൂ ആൻഡ് എ ഫ്യൂ. ലൈക്ക് ഐ സെഡ്, ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഉണ്ട്, ഫ്യൂ, എ ഫ്യൂ ആൻഡ് ദ ഫ്യൂ ഉണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓൾ മീനിങ് ഒക്കെ സെയിം ആണ്. ഒരെണ്ണം പഠിച്ചു വെച്ചിട്ട് യു ക്യാൻ അപ്ലൈ ടു ദ അതർ തിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വെരി എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് ഓൾവേസ് എ സൂപ്പർലേറ്റീവ് നൗണിൻ്റെ, സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവിൻ്റെ കൂടെ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് അഡ്ജക്റ്റീവ്സിൻ്റെ സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവ് ഒക്കെ അറിയാം. സോ ദാറ്റ്സ് ദ ബേസ് ഫോം അല്ലെങ്കിൽ പോസിറ്റീവ് ഫോം എന്ന് പറയുന്നത് ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്, സൂപ്പർലേറ്റീവ് ഉണ്ട്, അല്ലേ? എന്താ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിഞ്ഞ വൈസ് എഴുതാം. വൈസ് ആണെങ്കിൽ വൈസർ ഉണ്ട്, വൈസെസ്റ്റ് ഉണ്ട്, അല്ലേ? അതേപോലെ എന്തുണ്ട്? ഗുഡ് ഉണ്ട്, ബെറ്റർ ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്. സോ ഈ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത്. നമ്മൾ കുറേ സാധനം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റിനെ പറയുന്നതാണ് സൂപ്പർലേറ്റീവ് ഫോം. ആ സൂപ്പർലേറ്റീവ് ഫോമിന്റെ മുന്നേ എപ്പോഴും ദ വെരി എന്നുള്ളൊരു സാധനം ആഡ് ചെയ്താൽ ഇറ്റ് മേക്സ് ഇറ്റ് ലൈക്ക് ദ ബെസ്റ്റ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇത് നോക്കൂ, ദിസ് ഇസ് ദ വെരി ബെസ്റ്റ് കോഫി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോഫി എന്ന് പറയാം. ദ വെരി എന്ന് പറയുന്നത് ഇന്റൻസിഫയർ, അല്ലേ? ദിസ് ഇസ് ദ വെരി ബെസ്റ്റ് കോഫി ഐ ഹവ് ഹാഡ് ഇൻ മൈ ലൈഫ്. ദിസ് ഇസ് ദ വെരി ബെസ്റ്റ് ബിരിയാണി ഐ ഹവ് ഹാഡ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നതാണ് ദിസ് ഇസ് ദ വെരി ബെസ്റ്റ് കോഫി. ഇറ്റ്സ് എൻ എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓർ ഇറ്റ് കൻ ഓൾസോ ബി കോൾഡ് ആൻ ഇന്റൻസിഫയർ, അല്ലേ? ദ വെരി ഈസ് ഓൾവേസ് യൂസ്ഡ് ബിഫോർ എ സൂപ്പർലേറ്റീവ്. അത് മാത്രമാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. ഇവിടെ ബെസ്റ്റ് ഉണ്ടല്ലോ, ബെസ്റ്റ് ഇസ് എ സൂപ്പർലേറ്റീവ്, അല്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് നമ്മൾ എഴുതിയില്ല. ഇറ്റ്സ് എ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. അപ്പോൾ ദ വെരി ഓൾവേസ് കംസ് ബിഫോർ എ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്. അടുത്ത എന്താ നോക്ക്? ലൈക്ക് ഐ സെഡ് ദാറ്റ്സ് ഓൾസോ കമ്പാരിറ്റീവ്, അല്ലേ? കമ്പാരിറ്റീവ് ഉണ്ട്. കമ്പാരിറ്റീവ് എന്താ? വൈസ്, വൈസർ, രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. ദിസ് ഇസ് ബെറ്റർ ദാൻ ദാറ്റ്, യു ആർ വൈസർ ദാൻ ദാറ്റ്.
ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദിസ് എന്നൊക്കെ പറയില്ലേ, മോർ, മോസ്റ്റ് എന്നൊക്കെ പറയാം. മോസ്റ്റ് സൂപ്പർലേറ്റീവ്, മോർ ആണ് കമ്പാരിറ്റീവ്. നമ്മൾ കമ്പാരിറ്റീവ് ആണ് എപ്പോഴും ഉപയോഗിക്കുക വെച്ചാൽ യൂസ് മച്ച് ബിഫോർ ഇറ്റ്. സൂപ്പർലേറ്റീവിൻ്റെ കൂടെ എന്തായിരുന്നു? ദ വെരി, ദാറ്റ് വുഡ് ബി ആൻ ഇൻറ്റൻസിഫയർ അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മച്ച് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കമ്പാരിസണിനെ നമ്മൾ എംഫസൈസ് ചെയ്യാണ്. നോക്ക്, ലൈക്ക് ഐ സെഡ് എംഫസൈസ് അല്ലെങ്കിൽ ഇൻറ്റൻസിഫയർ അല്ലേ. ഹി ഈസ് മച്ച് ബെറ്റർ നൗ. ബെറ്റർ എന്ന് പറയുന്നത് തന്നെ ലൈക്ക് ഐ സെഡ് ഗുഡ്, ബെറ്റർ, ബെറ്റർ ആണ് അവിടുത്തെ കമ്പാരിറ്റീവ് അല്ലേ. ബെറ്റർ എന്ന് ഹീസ് ബെറ്റർ നൗ എന്ന് പറയുന്നത് ഇസ് ഓൾസോ കറക്റ്റ്. പക്ഷെ നല്ല ഭേദമുണ്ട് എന്ന് പറയുന്നതാണ് മച്ച് ബെറ്റർ നൗ. ഹി ഈസ് മച്ച് ബെറ്റർ നൗ. സോ മച്ച് ഓൾവേസ് കംസ് ബിഫോർ എന്താണ്? കമ്പാരിറ്റീവ്. ഫോർ ആസ് എൻ ഇൻറ്റൻസിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മച്ച്. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ദ വെരി ആണെങ്കിൽ സൂപ്പർലേറ്റീവും, മച്ച് ആണെങ്കിൽ കമ്പാരിറ്റീവിൻ്റെയും ഇൻറ്റൻസിഫയർ അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ് ആണ്. നെക്സ്റ്റ് പോവാം. ഇവിടെ ടു മച്ച് ഉണ്ട്, മച്ച് ടു ഉണ്ട്, ടു മെനി ഉണ്ട്. ഇതൊക്കെ എവിടെ ഉപയോഗിക്കണമെന്ന് അറിയാം. ഇങ്ങനത്തെ കുറേ വേർഡ്സ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ വായിച്ചു പോകുമ്പം യു ഡോണ്ട് ലൈക്ക് നോട്ടീസ് അല്ലേ, അത് എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് വേർഡിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളിങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ കാരണം എന്താ, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സിൻസ് നൗ യു പ്രിപ്പയറിംഗ് ഫോർ ദ ഇംഗ്ലീഷ് യു ഹാവ് ടു ബി കെയർഫുൾ. എവിടെയാണ് അത് യൂസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ടു മച്ച് എന്താണ്? ടു മച്ച് എപ്പോഴും ഒരു അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ മച്ച് ടു എന്താണ്? ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബിൻ്റെ കൂടെയാണ്. ടു മച്ച് വിൽ ഓൾവേസ് കം ബിഫോർ ആൻ അൺകൗണ്ടബിൾ നൗൺ അല്ലേ. പക്ഷെ ഹി ഹാസ് ടു മച്ച് മണി. മണി ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ. അപ്പോൾ ടു മച്ച് മണി, ടു മച്ച് മണി എന്ന് പറയുന്നത് മണി ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ അല്ലേ. മണി അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ടു മച്ച് മണി എന്ന് പറയാം. ബിക്കോസ് ടു മച്ച് ഇസ് യൂസ് ബിഫോർ എൻ അൺകൗണ്ടബിൾ നൗൺ. മച്ച് ടു ഇസ് ഓൾവേസ് യൂസ് ബിറ്റ്വീൻ ആൻഡ് ബിഫോർ എന്താണ്? അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബിന് മുന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്ക്, ഈ വീക്ക് എന്താ? വീക്ക് ഇസ് ആൻ ആഡ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ ഹി ഈസ് മച്ച് ടു വീക്ക് ബിക്കോസ് മച്ച് ടു ഇസ് യൂസ് ബിഫോർ എന്താണ്? adjective or adverb. Too many students were absent. Too many എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്? കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് too many ഉപയോഗിക്കേണ്ടത്. സ്റ്റുഡൻസ് കൗണ്ടബിൾ അല്ലേ? എനിക്ക് കൗണ്ട് ചെയ്യാമല്ലോ സ്റ്റുഡൻസിനെ. കൗണ്ടബിൾ ആണ്. അപ്പോൾ too many എന്ന് ഉപയോഗിക്കാം. There is too much sugar in this coffee എന്ന് പറയുന്നത് എന്താ? ഷുഗർ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഷുഗർ ഇസ് അൺകൗണ്ടബിൾ. ഷുഗർ അൺകൗണ്ടബിൾ ആണ്. Therefore too much. So ഒന്നുകൂടെ just to revise, too much is used before an uncountable noun. Much too എന്ന് പറയുന്നത് it's an intensifier for an adjective അല്ലെങ്കിൽ adverb. Like I said, much too weak. അല്ലെങ്കിൽ the report you gave me was much too complicated. Complicated is an adjective for that report അവിടെ അല്ലേ. Complicated ആയിട്ടുള്ള report much too complicated. I am intensifying it. Same applies for too many ആണെങ്കിൽ countable noun. There are too many students here. There are too many birds in the sanctuary. അങ്ങനെയൊക്കെ പറയുന്നതാണ് too many ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതൊരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറേ അഡ്ജക്റ്റീവ്സ് ഒരു സെൻറ്റൻസിലുണ്ടെന്ന് വെച്ചോളൂ. വീക്ക്, ഗുഡ്, ബ്യൂട്ടിഫുൾ, റൗണ്ട്, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഒരുമിച്ച് വന്നാൽ നമ്മൾ അതിനൊരു ഓർഡർ ഉണ്ട്. വെറുതെ റാൻഡംലി എഴുതി പോകാൻ പറ്റില്ല. ദർ ഇസ് എ പ്രോപ്പർ ഓർഡർ ഫോർ ഇറ്റ് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ഗ്രാമർ. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്, ഇഫ് ഇറ്റ്സ് എൻ ഒപ്പീനിയൻ, സൈസ്, ഏജ്, shape, and then comes the color, origin, material, purpose. ഇത് കഴിഞ്ഞിട്ടാണ് ഓഫ് കോഴ്സ് നൗണിന് മുന്നേ, നൗണിനെയാണല്ലോ നമ്മൾ ഇത്രയും ക്വാളിഫൈ ചെയ്ത് പറഞ്ഞത്. നൗണിന് മുന്നേ ഇതാണ് അതിൻ്റെ ഓർഡർ വരേണ്ടത്. നോക്കിയേ, എ ബ്യൂട്ടിഫുൾ, സ്മോൾ, ഓൾഡ്, റൗണ്ട്, ബ്രൗൺ, ഇറ്റാലിയൻ വുഡൻ ഡൈനിങ് ടേബിൾ. ഇതെന്താണ്? ടേബിൾ ആണ് ഇവിടുത്തെ നൗൺ അല്ലേ. ഈ ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഡൈനിങ് ടേബിൾ ആകുമ്പോൾ അതെന്ത് പറയുന്നു? അതിൻ്റെ പേർപ്പസ് ആണ് പറയുന്നത്. ഡൈനിങ് ഷോസ് ദ പേർപ്പസ്. സോ കണ്ടോ, നൗണിന് തൊട്ട് മുന്നേ പേർപ്പസ് പറയാം. കാലം തൊട്ട് ഇങ്ങോട്ട് വരാം. ഇത് ഒപ്പീനിയൻ ആണ് അല്ലേ. ഇത് ഈ ടേബിള് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് എൻ്റെ ഒപ്പീനിയൻ അല്ലേ. അപ്പോൾ ദിസ് വുഡ് ബി ദ ഒപ്പീനിയൻ. ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് എൻ്റെ ഒപ്പീനിയൻ ആണ്. സോ ദാറ്റ് വുഡ് ബി ദ ഫസ്റ്റ്. അത് കഴിഞ്ഞ് സൈസ് പറയാണ്. സൈസ് എന്താണ്? സ്മോൾ ആണ്. ഏജ് പറയുമ്പോൾ ഇറ്റ്സ് ഓൾഡ്. ഷേപ്പ് എന്താണ്? റൗണ്ട്. കളർ ഇസ് ബ്രൗൺ. ഒറിജിൻ ഇസ് ഫ്രം ഇറ്റലി. മെറ്റീരിയൽ ഇസ് വുഡൻ. പേർപ്പസ് ഇസ് ഡൈനിങ്.
ആൻഡ് ദ നൗൺ ഇസ് ടേബിൾ ഹിയർ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ആദ്യം ഒപ്പീനിയൻ എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേബിളാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒപ്പീനിയൻ എന്താണ്? ദാറ്റ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടേബിൾ. സോ ആ ഒപ്പീനിയൻ കംസ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് അതിൻ്റെ സൈസ് പറയാം. സൈസ് ഇവിടെ സ്മോൾ ആണ്. ഒരു സ്മോൾ ഡൈനിങ് ടേബിളിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ ബ്യൂട്ടിഫുൾ സ്മോൾ. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത ഷേപ്പ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് എ റൗണ്ട് ടേബിൾ. അത് കഴിഞ്ഞ് യൂസ് ചെയ്ത കളർ ഇറ്റ്സ് എ ബ്രൗൺ. അത് കഴിഞ്ഞ് ഒറിജിൻ പറയാം. എവിടെന്നാ? ഇറ്റാലിയൻ ആണ്. അത് കഴിഞ്ഞ് മെറ്റീരിയൽ എന്താ? വുഡൻ ആണ്. പേർപ്പസ് എന്താണ്? ഇറ്റ്സ് എ ഡൈനിങ് ടേബിൾ. വേറെ നോക്ക്. ഷീ ബോട്ട് എ ബ്യൂട്ടിഫുൾ. ഇത് ബ്യൂട്ടിഫുൾ എന്താ? ഇവിടുത്തെ ഒപ്പീനിയൻ അല്ലേ? ബ്യൂട്ടിഫുൾ ഒപ്പീനിയൻ ആണ്. സ്മോൾ എന്താണ്? സൈസ് ആണ്. ഓൾഡ് ഇസ് ദ ഏജ്. വുഡൻ ഇസ് ദ മെറ്റീരിയൽ. ടേബിൾ ഇസ് ദ നൗൺ. ഹീ വോർ എ ബ്ലാക്ക്. ബ്ലാക്ക് എന്താടാ? കളറാണ്. ഇറ്റാലിയൻ ഇസ് ദ ഒറിജിൻ. ലെതർ ഇസ് ദ മെറ്റീരിയൽ. ജാക്കറ്റ് ഇസ് ദ നൗൺ. സോ നിങ്ങൾ പഠിച്ച് തന്നെ വയ്ക്കുക. ബിക്കോസ് സംടൈംസ് ഫോർ എറേഴ്സ് തിരിച്ചൊക്കെ വരും. ഹീ വോർ എ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നോക്ക്. ഷീ ബോട്ട് എ സ്മോൾ ബ്യൂട്ടിഫുൾ ഓൾഡ് വുഡൻ ടേബിൾ, അല്ലെങ്കിൽ ഷീ ബോട്ട് എ വുഡൻ ഓൾഡ് സ്മോൾ ബ്യൂട്ടിഫുൾ ടേബിൾ. അങ്ങനെയൊക്കെ ഷഫിൾ ചെയ്ത് വരും. സോ യു ഷുഡ് നോ ദിസ് ഓർഡർ വെരി ക്ലിയർലി. എന്നാലേ നമുക്കത് എറർ സ്പോട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. നോക്കിയേ, എന്ത് വരണം? അപ്പോൾ ആദ്യം ഒപ്പീനിയൻ വരണം, പിന്നെ സൈസ് വരണം, പിന്നെ ഏജ് വരണം, ഷേപ്പ് വരണം, കളർ ഷുഡ് കം, ഒറിജിൻ ഷുഡ് കം, ആൻഡ് മെറ്റീരിയൽ ഫോർവേഡ് ബൈ പേർപ്പസ്. അത് കഴിഞ്ഞ് എന്തിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? വിച്ച് ഇസ് ദ നൗൺ, റൈറ്റ്? ബിക്കോസ് ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണല്ലോ. അഡ്ജക്റ്റീവ്സ് എന്താ? നൗണിനെ പറ്റി പറയുന്ന കാര്യം. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് നൗൺ എഴുതണം. ദാറ്റ് ഇസ് ഹൗ യു മേക്ക് ദ ഓർഡർ ഓഫ് ദ അഡ്ജക്റ്റീവ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2-3 ക്വസ്റ്റ്യൻസ്, 2-3 ഫുൾ സെൻറ്റൻസസ് എഴുതി ശീലിക്കുക. So that this order is stuck in your head. Okay alle. Next read. Elder versus older. നമ്മൾ എവിടെയാണ് എൽഡർ എന്ന് പറയേണ്ടത്, എവിടെയാണ് ഓൾഡർ എന്ന് പറയേണ്ടത്? രണ്ടിന്റെ മീനിങ് ഓൾമോസ്റ്റ് സെയിം അല്ലേ? എന്നെക്കാളും മൂത്തത് എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്നത്. പക്ഷെ അത് എൽഡർ ആണോ ഓൾഡർ ആണോ പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. എൽഡർ എപ്പോഴാണ് പറയേണ്ടത്? ഇറ്റ്സ് വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ ഫാമിലി. നിങ്ങളുടെ തന്നെ ഫാമിലിയിലുള്ളതുമാണ് എൽഡർ. ഓൾഡർ ആണെങ്കിൽ ജനറലി നമ്മൾ ആരെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾഡർ. ഓക്കെ, നോക്കിയേ. ആ എൽഡർ ഉപയോഗിക്കുമ്പോൾ അവിടെ ദാൻ എന്ന് എഴുതരുത് കേട്ടോ. ഫാമിലിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ദാൻ പറയണ്ട. എൽഡർ കംസ് ഫോർ ഫാമിലി ആൻഡ് ദർസ് നോ ദാൻ ദാറ്റ്സ് യൂസ് ഫോർ എൽഡർ. പക്ഷെ ഓൾഡർ ആണെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ അവിടെ ദാൻ എഴുതണം. ഇവിടെ നോക്കിയേ, മൈ എൽഡർ ബ്രദർ. എൻ്റെ ബ്രദറിനെ പറ്റിയാണ്. ബ്രദർ ഇസ് ഫാമിലി, സോ മൈ എൽഡർ ബ്രദർ എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഷീ ഈസ് ഓൾഡർ ദാൻ മീ. ഏത് ഷീ ഇസ് എ ജനറൽ യൂസേജ് അല്ലേ? ആരാന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഷീ ഈസ് ഓൾഡർ ദാൻ. ഈ ദാൻ ഇവിടെ ഓൾഡർ ആയതുകൊണ്ട് എഴുതണം. പക്ഷെ എൽഡറിന് അവിടെ ദാൻ എഴുതരുത്. ആൻഡ് എൽഡർ ഇസ് ഓൾവേസ് യൂസ്ഡ് ഇൻ എ ഫാമിലി. മൈ ബ്രദർ ഇസ് എൽഡർ ടു മീ എന്ന് പറയില്ല, എൽഡർ ദാൻ മീ എന്ന് പറയില്ല. നിങ്ങൾ മൈ എൽഡർ ബ്രദറിനെ എഴുതിയിരിക്കണം. മൈ ബ്രദർ കമ്പാരിറ്റീവ് ഫോമിൽ എഴുതണമെങ്കിൽ മൈ ബ്രദർ ഇസ് എൽഡർ ടു മീ എന്ന് എഴുതാം. യു കാൺട്ട് യൂസ് ദാൻ. അതാണ് അവിടുത്തെ ഇത്. പക്ഷെ ഷീ ഈസ് ഓൾഡർ ടു മീ എന്ന് നമുക്ക് പറയാം. ഷീ ഈസ് ഓൾഡർ ദാൻ മീ ആണ് അല്ലേ? ഷീ ഈസ് ഓൾഡർ ദാൻ മീ. അടുത്ത് നോക്കിയേ, ഫാർദർ ആണോ ഫെർദർ ആണോ ഉപയോഗിക്കേണ്ടത്? ദൂരെ, എന്നെക്കാളും ദൂരെ, ഓർ ലൈക്ക് ഫെർദർ, ഇനിയും എന്ത് ചെയ്യാം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ ഫാർദർ ഓർ ഫെർദർ. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫാർദർ എപ്പോഴാണ് പറയണേ? ഫിസിക്കലി നമ്മൾ ഡിസ്റ്റൻസിനെ പറ്റി പറയുകയാണെന്ന് വെച്ചോളൂ. ഇറ്റ്സ് എ ഫാർദർ പ്ലേസ്. ഡിസ്റ്റൻസ്, എന്നെക്കാൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീട് എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ആണ്. ഫിസിക്കൽ ഡിസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ യു യൂസ് ഫാർദർ. ഓക്കെ. ഫെർദർ എന്താണ്? ഫെർദർ ഇസ് സംതിങ് അബ്സ്ട്രാക്ട്. നമുക്കത് യൂണിറ്റ് ഓർ ലൈക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ ഫെർദർ അവേ, ഫെർദർ അലോങ് ദ റോഡ്, ഫെർദർ കുറച്ച് അങ്ങനെ പോകുമ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ യു ഡോണ്ട് നോ ദ എക്സാക്ട് മെഷർമെൻറ്റ്. ഇറ്റ്സ് എ വെരി അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയുന്നൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ഫെർദർ ഉപയോഗിക്കുക. ഫാർദർ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? പ്രോപ്പർ ആയിട്ടൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മെഷേർഡ് ആയിട്ടുള്ള പ്രോപ്പർ യൂണിറ്റിൽ പറയുമ്പോഴാണ് ഫാർദർ ഉപയോഗിക്കേണ്ടത് ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കിയേ, വി കാൺട്ട് ഗോ എനി ഫാർദർ. ഇനി നമുക്ക് പോകാൻ പറ്റില്ല മുന്നോട്ട്, കാരണം അതൊരു ഡിസ്റ്റൻസ് ആണ്. എനിക്ക് നടക്കാൻ വയ്യ. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ വാക്ക് എനി ഫാർദർ. എനിക്ക് വയ്യ. ഹൈക്കൊക്കെ പോകുമ്പോൾ ഇനി വയ്യ. ബിക്കോസ് യു നോ ദ ഡിസ്റ്റൻസ്. ഒരു 5 കിലോമീറ്റർ ഹൈക്കാണ്. അതിൽ നമ്മൾ ഓൾറെഡി 4 ആയി. ഇനി അടുത്ത 500 കൂടി എനിക്ക് നടക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് ലൈക്ക് വാട്ട്? ഇറ്റ്സ് എ മെഷറബിൾ ഡിസ്റ്റൻസ് അല്ലേ? പക്ഷേ വി നീഡ് ഫെർദർ ഡിസ്കഷൻ. ഡിസ്കഷൻ എനിക്ക് യൂണിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ പറയാൻ പറ്റും ഇങ്ങനെ നമുക്ക് 2 ഡിസ്കഷൻ കൂടെ നടത്താം, 2 ഡയലോഗ്സ് കൂടെ കഴിയുമ്പോൾ ഈ ഡിസ്കഷൻ കഴിയും എന്ന് പറയില്ലല്ലോ. ഇറ്റ്സ് വെരി അബ്സ്ട്രാക്ട് തിങ്. അപ്പോൾ നമ്മൾ ഫെർദർ ഉപയോഗിക്കണം. സോ ഫാർദർ ഫോർ ഫിസിക്കൽ ഡിസ്റ്റൻസ്, ഫെർദർ ഫോർ വാട്ട്? എന്താണ്?
അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വി നീഡ് ഫർദർ ഡിസ്കഷൻ, വി നീഡ് ടു ഗോ ഫർദർ ഇൻ ടു ദിസ് ടോപ്പിക് എന്നൊക്കെ പറയുന്നത് അഡീഷണൽ ആയിട്ട് പറയുന്നതാണെങ്കിൽ ഫർദർ ഉപയോഗിക്കാം. മറ്റേത് വുഡ് ബി ഫാർദർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഫ്യൂവർ ആണോ ലെസ് ആണോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഉപയോഗിക്കേണ്ടത്. ഫ്യൂവർ അല്ലെങ്കിൽ ലെസ്, ഇതിൻ്റെ എന്താണ് യൂസേജസ് എന്ന് നോക്കാം. ഫ്യൂവർ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഫോർ കൗണ്ടബിൾസ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മൾ കുറേ നേരമായിട്ട് കൗണ്ടബിളും അൺകൗണ്ടബിളും വെച്ചാണ് മാറ്റി മാറ്റി പഠിക്കുന്നത്. സോ ലൈക്ക് ഐ സെഡ്, യു നീഡ് ടു നോ ദ ലിസ്റ്റ് ഓഫ് വാട്ട് ഓൾ ആർ അൺകൗണ്ടബിൾസ് ആൻഡ് വാട്ട് ഓൾ ആർ അൺകൗണ്ടബിൾ എന്നുള്ളത് പഠിച്ചു വെക്കണം. സോ ഫ്യൂവർ ഇസ് ഫോർ കൗണ്ടബിൾ, ലെസ് എപ്പോഴും ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിളിനാണ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഫ്യൂവർ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? കൗണ്ടബിൾ കാര്യങ്ങൾക്ക് ഫ്യൂവറും, ലെസ് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾസിനുമാണ്. എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഓഫ് കോഴ്സ് ദർ ഇസ് ബി എക്സെപ്ഷൻ. നമ്മൾ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. എക്സെപ്ഷൻസ് ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടാവുമോ? മെഷർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ലെസ് ഉപയോഗിക്കാം. നമ്മൾ എന്താ പഠിച്ചത്? ലെസ് അൺകൗണ്ടബിളിനാണ്, പക്ഷെ മെഷർമെൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ ഉപയോഗിക്കേണ്ടത്? ലെസ് ഉപയോഗിക്കാം. നോക്കിയേ, ഫ്യൂവർ കാർസ്, കാർ കൗണ്ടബിൾ ആണ്, അപ്പോൾ ഫ്യൂവർ ഉപയോഗിക്കാം. ദർ ആർ ഫ്യൂവർ കാർസ് ഇൻ ദ റോഡ് ടുഡേ. ഇന്ന് എന്തോ ഹർത്താലായതുകൊണ്ടാവാം കുറച്ച് കാറേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഫ്യൂവർ കാർസ് എന്ന് പറയാം. പക്ഷേ ട്രാഫിക് എന്താണ്? ട്രാഫിക് കൗണ്ടബിൾ ആണോ? ഇന്ന് 2 ട്രാഫിക് ഉണ്ട്, ഇന്ന് 3 ട്രാഫിക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ട്രാഫിക് ആണെങ്കിൽ ലെസ് ട്രാഫിക് എന്ന് എഴുതാം. അപ്പോൾ ദർ ആർ ഫ്യൂവർ കാർസ് ആൻഡ് ലെസ് ട്രാഫിക്. കൗണ്ടബിൾ ഓളിൻ്റെ കൂടെ എന്താ വരിക? ഫ്യൂവർ വരും. അൺകൗണ്ടബിളിൻ്റെ കൂടെ എപ്പോഴും ലെസ് വരും. എക്സെപ്ഷൻ എന്തായിരുന്നു? മെഷർമെൻറ്റ്സിൻ്റെ കൂടെ ആണെങ്കിൽ ലെസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് നോക്കിയേ, ദർ ആർ ഫ്യൂവർ മിസ്റ്റേക്സ് ഇൻ ദിസ് പേപ്പർ. മിസ്റ്റേക്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് 2 ക്വസ്റ്റ്യൻ തെറ്റി, 5 ക്വസ്റ്റ്യൻ തെറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ദർ ആർ ഫ്യൂവർ മിസ്റ്റേക്സ് ഇൻ ദിസ് പേപ്പർ. ദർ ഇസ് ലെസ് വാട്ടർ ഇൻ ദിസ് ബോട്ടിൽ. വാട്ടർ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, വാട്ടർ അൺകൗണ്ടബിൾ ആണ്. സെൻസ് ലെസ് വരണം. ലൈക്ക് ഐ സെഡ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫ്യൂവർ ഇസ് ഫോർ വാട്ട്? കൗണ്ടബിൾസ്, ആൻഡ് ലെസ് ഇസ് ഫോർ അൺകൗണ്ടബിൾസ്. ഫ്യൂവർ മിസ്റ്റേക്സ്, ഫ്യൂവർ കാർസ് ഉണ്ട്, പക്ഷെ ലെസ് ട്രാഫിക് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത് നോക്കിയേ, നോട്ട് സോ മച്ച് സംതിങ് ആസ് സംതിങ് എൽസ് എന്ന് പറയില്ല. നോട്ട് സോ മച്ച് എ എസ് ബി, എയും ബിയും 2 കാര്യങ്ങളായിട്ട് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, നോട്ട് സോ മച്ച് എ എസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ബീനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് റാദർ ദാൻ എ. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്. എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹീ ഈസ് നോട്ട് സോ മച്ച് എ ടീച്ചർ ആസ് എ മെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഹീ ഈസ് നോട്ട് സോ മച്ച് എ ടീച്ചർ ആസ് എ മെൻറ്റർ. അവനൊരു മെൻറ്റർ ആവുന്നതിൻ്റെ അത്രയും ടീച്ചർ ആയില്ല. സോ നോട്ട് സോ മച്ച് എ എസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ബി ഈസ് ബെറ്റർ ദാൻ എ. ഹീ ഈസ് എ ബെറ്റർ മെൻറ്റർ ദാൻ ആസ് എ ടീച്ചർ. അതാണ് അതിൻ്റെ ഉത്തരം. ഹീ ഈസ് നോട്ട് സോ മച്ച് എ ടീച്ചർ ആസ് എ മെൻറ്റർ. അവൻ്റെ മെൻറ്റർഷിപ്പ് സ്കിൽസിൻ്റെ അത്രയും അവൻ്റെ ടീച്ചിങ് സ്കിൽസ് വന്നിട്ടില്ല. ദാറ്റ് ഈസ് വാട്ട് യു സേ. അപ്പം നോട്ട് സോ മച്ച് കഴിഞ്ഞ് ആദ്യം പറയുന്ന കാര്യം ഇസ് എ ലിറ്റിൽ ലെസർ ദാൻ ആസ് എ മെൻറ്റർ. അവസാനം പറയുന്ന കാര്യം നോക്കിയേ, നോട്ട് സോ മച്ച് എ ആസ് ബി എന്ന് പറയുമ്പോൾ ബി ഈസ് റാദർ ചൂസ് ഇൻ ബി ആസ് എ. മനസ്സിലായല്ലോ? ഹീ ഈസ് നോട്ട് സോ മച്ച് എ ടീച്ചർ ആസ് എ മെൻറ്റർ. ഹീ ഈസ് നോട്ട് സോ മച്ച് എ ലീഡർ ആസ് എ ഫോളോവർ. അയാൾ ഒരു നല്ലൊരു ഫോളോവർ ആണ്, പക്ഷെ ഒരു ലീഡർ ആവാനുള്ള ഒരു കേപ്പബിലിറ്റി അയക്കില്ല. ഷീ ഈസ് നോട്ട് സോ മച്ച് ലേസി ആസ് കെയർലെസ്. കെയർലെസ് അയാളുടെ ശ്രദ്ധക്കുറവിൻ്റെ അത്രയും വരില്ല അവളുടെ മടി എന്ന് പറയുന്നതാണ് സെയിം തിങ്. ഷീ ഈസ് നോട്ട് സോ മച്ച് ലേസി ആസ് കെയർലെസ് എന്ന് അങ്ങനെയാണ് പറയുന്നത്. അടുത്ത് നോക്കാം. സോ ആസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴാന്ന് നോക്കാം. നമുക്ക് സോ ആസ് എന്ന് പറയില്ല, നമ്മൾ എപ്പോഴാന്ന് നോക്കാം. സോ ആസ് എപ്പോഴാണ്? ഒരു നെഗറ്റീവ് കാര്യങ്ങളിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ നോക്കിയേ, ഇസ് ഈ സോ ടോൾ ആസ് ഹിസ് ബ്രദർ. അവൻ്റെ ചേട്ടൻ്റെ അത്രയും പൊക്കമുണ്ടോ? ഇസ് ഈ സോ ടോൾ ആസ് ഹിസ് ബ്രദർ. ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ചോദിക്കുന്നത് അല്ലേ. ഷീ ഈസ് ഡാഷ് ഹാർഡ് വർക്കിംഗ് ആസ് എ സിസ്റ്റർ എന്നുണ്ട്, ഹീ ഈസ് നോട്ടും ഉണ്ട്. എന്താണ്? സോ ഉപയോഗിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് സെൻസിലാണ് അല്ലേ. ഷീ ഈസ്, ഇപ്പം നമുക്ക് ഇവിടെ നെഗറ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഷീ ഈസ് നോട്ട് സോ ഹാർഡ് വർക്കിംഗ് ആസ് ഹെർ സിസ്റ്റർ, അല്ലെങ്കിൽ ഹീ ഈസ് നോട്ട് സോ ടോൾ ആസ് ഹിസ് ബ്രദർ. അല്ലെങ്കിൽ ഇതിപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷീ ഈസ് ആസ് ഹാർഡ് വർക്കിംഗ് ആസ് ഹെർ സിസ്റ്റർ.
ദിസ് വുഡ് മേക്ക് ദ സെന്റൻസ് എ പോസിറ്റീവ്. അവളുടെ ചേച്ചീൻ്റെ അത്ര തന്നെ ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ ഷീ ഈസ് നോട്ട് സോ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താവും? ഇറ്റ്സ് എ നെഗറ്റീവ് തിങ്. ഇവിടെ നോക്കിയേ, ഹീ ഈസ് നോട്ട് സോ ടോൾ ആസ് ഹിസ് ബ്രദർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോയും ആസ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു നെഗറ്റീവിൽ, അല്ലെങ്കിൽ ലൈക്ക് ഐ സെഡ്, ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഈസ് ഹി സോ ടോൾ ആസ് ഹിസ് ബ്രദർ എന്ന് ചോദിക്കില്ലേ? സെയിം തിങ്. ഓക്കെ ആണല്ലോ. അടുത്ത റൂൾ നോക്കാം. ഫ്രീക്വൻസി ആഡ്വേർബ്സ്. ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളത് എന്താണ്? എത്ര തവണ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ലൈക്ക് ദ വേർഡ് മീനിങ് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എത്ര തവണ, സെൽഡം എന്നൊക്കെ പറയുന്നതൊക്കെ ഫ്രീക്വൻസി, ആഡ്വേർബ് ഫ്രീക്വൻസി ആണ്. നോക്കിയേ, ഇറ്റ് യൂഷ്വലി ഗോ ബിഫോർ ദ മെയിൻ വേർബ് ആൻഡ് ആഫ്റ്റർ ഈ ബീൻ്റെ ഫോംസ് എന്തൊക്കെയാണ്? ഇസ് ഉണ്ട്, ആർ ഉണ്ട്, ഇതൊക്കെ ബീൻ്റെ ഫോം അല്ലേ? ബീയിങ് ഉണ്ട്, ബീൻ ഉണ്ട്, വാസ്, വേർ, ഇതൊക്കെ ഫോംസ് ഓഫ് ബി ആണ്. പ്രസന്റ്, പാസ്റ്റ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ഒക്കെ ഉണ്ട്. ദേ യൂഷ്വലി ഗോ ബിഫോർ ദ മെയിൻ വേർബ് ആൻഡ് ആഫ്റ്റർ ഈ ഫോം ഓഫ് ബി ആണ് ഞാൻ പറയുന്നത്. എന്ത്? ഫ്രീക്വൻസി ആഡ്വേർബ്സ്. ഹി ഓഫൺ, ഓഫൺ എന്താണ്? ഓഫൺ ഇസ് ആൻ ആഡ്വേർബ്, ഫ്രീക്വൻസി ആഡ്വേർബ് അല്ലേ? അപ്പം ഹി ഓഫൺ വർക്ക്സ്, വർക്ക്സ് ആണ് അവിടുത്തെ ഫോം ഓഫ് ബി. ബി എന്ന് വെച്ചാൽ മെയിൻ വേർബിന്റെ തൊട്ട് മുന്നേ ആണ് എന്ത് വരേണ്ടത്? ആഡ്വേർബ് ഫ്രീക്വൻസി വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്ക്, ഈ ഓഫൺ എവിടെ വന്നു? ബി എന്നുള്ള ഫോമിന്റെ കഴിഞ്ഞിട്ട് വരണം. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ്. നമ്മൾ സാധാ മെയിൻ വേർബിന്റെ തൊട്ട് മുന്നേയും ബീന്റെ ഫോമിന്റെ തൊട്ട് കഴിഞ്ഞും വരണം. ലൈക്ക് ഐ സെഡ്, ബീന്റെ ഫോം എന്താ? ഇസ്, ആർ, ബീങ്, ബീങ്, വാസ്, വേറെ, ഹാസ്, ഹാവ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇസ് എന്തിന്റെ ഫോമാണ്? ബീന്റെ ഫോം അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഫ്രീക്വൻസി ആഡ്വേർബ് വരേണ്ടത്. പക്ഷെ ഇവിടെ മെയിൻ വേർബാണ് വർക്ക്സ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ആഡ്വേർബ് തൊട്ട് മുന്നേ വരണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ പഠിച്ചു തന്നെ പോകണം. ഹി ഓഫൺ ഇസ് ലേറ്റ് എന്ന് പറയരുത്, വിച്ച് ഇസ് റോങ്. ഹി ഈസ് ഓഫൺ ലേറ്റ്. ഇവിടെ നോക്കിയേ, ഹി വർക്ക്സ് ഓഫൺ ലേറ്റ് എന്നും പറയരുത്. ബിക്കോസ് വാട്ട്, ഓഫൺ എപ്പോഴും ഓഫൺ എന്ത് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ആഡ്വേർബ് ആണെങ്കിലും ഇറ്റ് ഷുഡ് കം ബിഫോർ ദ മെയിൻ വേർബ്. ഹി സെൽഡം കംസ് ഏർലി എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ആ സെൽഡം ഞാൻ എവിടെ ഇട്ടു? കംസിന് തൊട്ട് മുന്നേ അല്ലേ ഇട്ടത്? ദാറ്റ് മീൻസ് മെയിൻ വേർബിന് തൊട്ട് മുന്നേ ഞാൻ യൂസ് ചെയ്തു ഫ്രീക്വൻസി ആഡ്വേർബ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ഹി ഈസ് സെൽഡം ലേറ്റ് എന്ന് പറയില്ലേ? അപ്പൊ ഞാൻ സെൽഡം എവിടെ ഇട്ടതാ? ഇസ് കഴിഞ്ഞല്ലേ ഇട്ടത്? ബീന്റെ ഫോം കഴിഞ്ഞാണ് ഞാൻ ഫ്രീക്വൻസി ആഡ്വേർബ് ഇട്ടത്. അടുത്ത് നോക്കാം. അടുത്തത് നമ്മൾ കോമ്പൗണ്ട് ആയിട്ടുള്ള ആഡ്ജക്റ്റീവ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് 2-3 സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ് ഇടില്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ഹൈഫനേറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഹൈഫൻ ഇല്ലാണ്ട് അവർ പറയും. ഹൈഫൻ തരണം, നമ്മൾ ഹൈഫൻ എപ്പോഴും തന്നേ പറ്റുള്ളൂ. ഹൈഫൻ ഇല്ലാണ്ട് ചെയ്താൽ തെറ്റാണ്. ആൻഡ് എറർ സ്പോട്ടിങ് നമ്മൾ യൂഷ്വലി ശ്രദ്ധിക്കാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഹൈഫൻ ഉണ്ടോ എന്ന് നോക്കുക ഫോർ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ്. എക്സാമ്പിൾ നോക്കിയേ, 3-year-old ബോയ് അല്ലേ? 3 വയസ്സുള്ള കുട്ടിയാണ് ഇവിടുത്തെ എന്ത്? ആഡ്ജക്റ്റീവ് ആണ്. സോറി, കുട്ടി ഇവിടുത്തെ നൗൺ ആണ്. 3-year-old ഇസ് ദ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ദാറ്റ് ഇസ് യൂസ്ഡ് ഹിയർ. ഹെൻസ് യു ഹൈഫനേറ്റ് ഇറ്റ്. കണ്ടോ? ഹൈഫൺ ചെയ്യണം. വെറുതെ 3-year-old ബോയ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെന്റൻസിലുണ്ട് സ്പോട്ട് ദ എറർ പറഞ്ഞാൽ ഇതാണ് തെറ്റ്. ബിക്കോസ് യു ഷുഡ് ഓൾവേസ് ഹാവ് എ ഹൈഫൻ. 3-year-old ബോയ്. 10-year-old ബോയ് കണ്ടോ? 10-year-old ബോയ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഹൈഫൻ ചെയ്തു. ലൈക്ക് ഐ സെഡ്, ഒരു സെന്റൻസിൽ ദ 10-year-old ബോയ് വാസ് അപ്രോച്ചിങ് മീ എന്നൊക്കെ പറയുകയാണെങ്കിൽ വിത്തൗട്ട് ഹൈഫൻ ആണെങ്കിൽ ഇറ്റ് ഇസ് റോങ്. യു ഷുഡ് ഓൾവേസ് ഹൈഫനേറ്റ് എ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്. ഷീ ലിവ്സ് ഇൻ എ വെൽ ഫേർണിഷ്ഡ് ഹൗസ്. വെൽ ഫേർണിഷ്ഡ് എന്താണ് ഇവിടെ? വെൽ ഫേർണിഷ്ഡ് ഇസ് എ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്. വെൽ ഫേർണിഷ്ഡ് ഹൗസ് ഷുഡ് ഓൾവേസ് ബി ഹൈഫനേറ്റഡ് ആയിട്ട് ചെയ്യണം. സോ ഷീ ലിവ്സ് ഇൻ എ വെൽ ഫേർണിഷ്ഡ് ഹൗസ് എന്നാണ് അതിനെ പറയേണ്ടത്. ഐ ഹോപ്പ് ഈ റൂൾസ് ഒക്കെ ക്ലിയർ ആണ്. നെക്സ്റ്റിലേക്ക് പോവാം. നമ്മൾ ടെൻസസും വേർബ്സ് ഇപ്പം നമ്മൾ എന്തൊക്കെ നോക്കി? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് നോക്കി, നൗൺസ് പ്രോനൗൺസ് നോക്കി, അഡ്ജക്റ്റീവ്സ് ആഡ്വേർബ്സ് നോക്കി. ഇനി ടെൻസസിലും വേർബ്സിലും എന്തൊക്കെയാണ് ബേസിക്കലി കണ്ടുവരുന്ന റൂൾസ് എന്ന് നോക്കാം. സിൻസും ഫോറും എപ്പോഴാണ് യൂസ് ചെയ്യണമെന്നാണ് ആദ്യത്തത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ്. സിൻസ് എവിടെ യൂസ് ചെയ്യണം, ഫോർ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത്. സിൻസ് എപ്പോഴാണ്? വെൻ യു സേ ഫ്രം എ പോയിന്റ് ഓഫ് ടൈം. ഒരു കാലം തൊട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അന്ന് തൊട്ട്, അക്കാലം തൊട്ട് എന്നൊക്കെ പറയല്ലേ. അപ്പോൾ യു ആർ സേയിങ് അബൌട്ട് എ പോയിന്റ് ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ യു യൂസ് സിൻസ്. ഫോർ എപ്പോഴാണ് യൂസ് ചെയ്യണേ? യൂസ് ചെയ്യുക പീരിയഡ് ഓഫ് ടൈം. ഇത്രയും നാളുകളായിട്ട്
ഒരു ഫുൾ പീരിയഡ് ഓഫ് ടൈമിനെ പറയുമ്പോൾ യു യൂസ് ഫോർ. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. സിൻസ് എപ്പോഴാണ് യൂസ് ചെയ്യണേ? യു സി ഫ്രം ഒരു അപ്പ് ഒരു തൊട്ട് എന്ന് പറയില്ലേ, ഒരു പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ, ഒരു പോയിന്റ് ഇൻ ടൈം പറയുമ്പോഴാണ് യു യൂസ് സിൻസ്. ആൻഡ് പീരിയഡ് ഓഫ് ടൈം, ഒരു ലോങ് ഇയറിനെ പറ്റി പറയുകയാണ്, അന്ന് തൊട്ട് കുറേ കാലങ്ങളായിട്ട് ഇത് നടക്കുകയാണെന്ന് പറയുമ്പോൾ ഫോർ യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, 2015 എന്താണ്? ഒരു പോയിന്റ് ഇൻ ടൈം അല്ലേ, 2015 പറ്റി സ്പെസിഫിക്കലി ഞാൻ പറയുകയാണ്. അപ്പോൾ ഹി ഹാസ് ലിവ്ഡ് ഹിയർ സിൻസ് യൂസ് ചെയ്യാം. പക്ഷേ 3 days, 3 ദിവസം എന്നുള്ളൊരു പീരിയഡ് ഓഫ് ടൈം ആണല്ലോ അവിടെ പറയുന്നത്. അപ്പോൾ എന്ത് പറയണം? ഷീ ഹാസ് ബീൻ ഇൽ ഫോർ 3 days. മനസ്സിലായല്ലോ? നമ്മളൊരു പീരിയഡ് ഓഫ് ടൈം പറയുമ്പോൾ ഫോറും ഒരു പോയിന്റ് ഇൻ ടൈം പറയുമ്പോൾ സിൻസും പറയണം. നമ്മൾ കടകളിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ദിസ് കട, ഒരു കട ഒരു ഓപ്പൺ സിൻസ് 2000, സിൻസ് 1945 എന്നൊക്കെ പറയുന്നത് ദേ ആർ സ്പെസിഫിങ് പോയിന്റ് ഇൻ ടൈം അല്ലേ. അപ്പോൾ അവിടെ സിൻസ് പറയണം. പക്ഷെ ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years, ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 7 years. അതൊരു പീരിയഡ് ഓഫ് ടൈമാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? വെരി ഇമ്പോർട്ടൻ്റ്, എസ്പെഷ്യലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. SSC യുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. 2 ആക്ഷൻസ് നടക്കുകയാണെന്ന് വെച്ചോളൂ. 2 ആക്ഷൻസ് നടന്ന് നമ്മളൊരു സെൻറ്റൻസിൽ ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എവിടെ ഉപയോഗിക്കണം? ആദ്യം നടന്ന് ഈ 2 ആക്ഷൻസിൽ ഫസ്റ്റ് ഒരെണ്ണം നടക്കുമല്ലോ, 2 ഒരുമിച്ചല്ലോ. 2 ആക്ഷൻസിൽ ആദ്യം നടന്ന സാധനത്തിന് ചുറ്റും മുന്നേ പോയി എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആഡ് ചെയ്യണം. നോക്കിയേ, 2 ആക്ഷൻസ് വരുമ്പം ഏർലിയർ ഓഫ് ദ ടു ലൈക്ക് എ സെറ്റ്, രണ്ടിൽ ആദ്യം നടന്നതിന് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിയേ, ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ട്രെയിൻ വിട്ടു അല്ലേ. അപ്പം ട്രെയിൻ വിട്ടതല്ലേ അവിടെ ആദ്യം നടന്ന കാര്യം, ട്രെയിൻ ലീവ് ചെയ്തതല്ലേ ആദ്യത്തെ കാര്യം. അപ്പോൾ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ഞാൻ വന്നത് പിന്നെയാണ് അല്ലേ. രണ്ട് ആക്ഷൻസ് എന്തൊക്കെയാണ് ഇവിടെ? ട്രെയിൻ ലീവ് ചെയ്തതുകൊണ്ട്, ഞാൻ സ്റ്റേഷൻ റീച്ച് ചെയ്തതുകൊണ്ട് അല്ലേ, റീച്ച് സ്റ്റേഷനും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് നടന്നത്, ഇതാണ് സെക്കൻഡ് നടന്നത് ഓർഡർ ചെയ്തപ്പോൾ. അപ്പോൾ ഫസ്റ്റ് നടന്ന കാര്യം എന്ത് ചെയ്യണം? പാസ്റ്റ്. അപ്പോൾ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ഞാൻ റീച്ച് ചെയ്തത് രണ്ടാമത്തെ നടന്നതുകൊണ്ട് അവിടെ സിമ്പിൾ പാസ്റ്റ് ഇട്ടാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ബിഫോർ സൺസെറ്റ്. സണ്ണ് സെറ്റ് ചെയ്ത് ഇവിടെ നടന്നിട്ടുണ്ട്, വർക്ക് ഫിനിഷ് ചെയ്ത് നടന്നിട്ടുണ്ട്. 2 ആക്ഷൻസ് ഹാവ് ഹാപ്പൻഡ്. ആദ്യം എന്താ നടന്നത്? സൺസെറ്റിന് മുന്നേ അവൻ വർക്ക് ഫിനിഷ് ചെയ്തു. അപ്പം വർക്ക് ഫിനിഷ് ചെയ്തല്ലേ ആദ്യം നടന്നത്. അപ്പോൾ ഹി ഹാഡ് ഫിനിഷ്ഡ്, അവിടെ പാസ്റ്റ് പെർഫെക്റ്റ്, ബിക്കോസ് ദാറ്റ് ഹാപ്പൻഡ് ഫസ്റ്റ്. അതിനുശേഷം നടന്ന സാധനത്തിന് ബിഫോർ സൺസെറ്റ് അങ്ങനെ എഴുതിയാൽ മതി. സോ ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ബിഫോർ സൺസെറ്റ്. ഇപ്പം ക്ലിയർ? ഒന്നുകൂടെ പറഞ്ഞുതരാം. 2 ആക്ഷൻസ് സൈമൾട്ടേനിയസ്ലി നടക്കുകയാണെങ്കിൽ ആദ്യം കഴിഞ്ഞ കാര്യത്തിന് പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത്തെ കാര്യം വുഡ് ബി ഇൻ ദ സിമ്പിൾ പാസ്റ്റ്. എക്സാമ്പിൾ മനസ്സിലായി? ഞാൻ എത്തിയപ്പോഴേക്കും സ്റ്റേഷനിൽ ട്രെയിൻ വിട്ടു, അപ്പോൾ ട്രെയിൻ ആദ്യം പോയതല്ലേ, ആ ആദ്യം പോയ ട്രെയിനിന് പാസ്റ്റ് പെർഫെക്റ്റും ഞാൻ എത്തിയതിന് സിമ്പിൾ പാസ്റ്റും ഇട്ടാൽ മതി. അടുത്ത് നോക്കാം. സിൻസിന്റെ കൂടെ എന്താ? നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, സിൻസ് ഫോറിന്റെ ഡിഫറൻസ്. സിൻസ് എപ്പോഴും ഒരു പോയിന്റ് ഇൻ ടൈം പറയാണ്. ദിസ് ഷോപ്പ് ഇസ് ഓപ്പൺ സിൻസ് 1940 എന്നൊക്കെ പറയില്ലേ. അതേപോലെ സിൻസ് എപ്പോഴും, സിൻസിനോട് എന്ത് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് നോക്കാം. എപ്പോഴും സിൻസ് ഒരു സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. ഇത് നോക്കിയേ, ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ് സിൻസ്, അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? വിസിറ്റഡ്. ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ് സിൻസ് ഐ വിസിറ്റഡ് കാലിക്കറ്റ് എന്നൊക്കെ പറയുന്നത് കുറേ വർഷമായി ഞാൻ വന്നിട്ട്. ആ വന്നിട്ട് അത്രയും വർഷമായി എന്ന് പറയുന്നത് സിൻസ് വെച്ചിട്ടല്ലേ. സിൻസ് കഴിഞ്ഞിട്ട് എപ്പോഴും കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഫോളോഡാണ് ഞാൻ പറയുന്നത്. സിൻസ് കഴിഞ്ഞിട്ട് എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ആണ്. സിൻസിന് മുന്നേ നമ്മൾ എന്താണെന്ന് നേരത്തെ കണ്ടല്ലോ, ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2050. അപ്പോൾ ഹാവ് ബീൻ എന്തായിരുന്നു? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പെർഫെക്റ്റ് ടെൻസ് ആണ് യൂഷ്വലി സിൻസിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ സിൻസിൻ്റെ കൂടെ മുന്നേ ആണ്. സിൻസ് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കും? എപ്പോഴും സിമ്പിൾ പാസ്റ്റ്. ഇറ്റ് ഹാസ് ബീൻ ഇയേഴ്സ് സിൻസ് ഐ വിസിറ്റഡ് ഡൽഹി. സിൻസ് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. ഇനി അടുത്ത നോൺ കണ്ടിന്യൂസ് സ്റ്റാറ്റീവ് വേർബ്സ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം. അറിയാവോ നോൺ കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് വേർബ്സ് എന്താണ്? കുറച്ച് വേർബ്സ് ഉണ്ട്, ലിസ്റ്റ് ഇസ് ഓൾറെഡി ഗിവൺ, ഞാൻ വായിക്കാം. നോ ഉണ്ട്, ബിലീവ്, ബിലോങ്, റിസെമ്പിൾ, പ്രിഫർ, സീം, കൺസിസ്റ്റ്, ഓൺ, ലൈക്ക്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യില്ല. ദർ ഇസ് നോ കണ്ടിന്യൂസ് ഫോംസ്. വേർബ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. നോ ഉണ്ട്, ബിലീവ്, ബിലോങ്, അതൊക്കെ അവിടെ ഉണ്ട്. നോക്കിയേ, ഐ ആം നോയിങ് ദ ആൻസർ നമ്മൾ പറയുമോ? ഇല്ല.
നോയിങ് ഇസ് നെവർ യൂസ്ഡ് അല്ലേ? ing ഫോം ഉപയോഗിക്കില്ല. ഐ നോ ദ ആൻസർ എന്ന് പറഞ്ഞാൽ തന്നെ മതിയല്ലോ. ആസ് ക്ലിയർ ഇസ് ദാറ്റ് അല്ലേ? ഐ ആം നോയിങ് ദ ആൻസർ ഇസ് റോങ്. സോ ചില വേർബ്സ് ഇസ് ഓൾവേസ് നോൺ കണ്ടിന്യൂസ്. ing ഫോം ഉപയോഗിക്കരുത്. ഐ ആം നോയിങ് ദ ആൻസർ ഇസ് റോങ്. ഐ നോ ദ ആൻസർ എന്ന് മതി അല്ലേ? ഐ ആം ബിലീവിങ് ഇൻ യു എന്ന് പറയോ? ഐ ബിലീവ് ഇൻ യു എന്ന് പറഞ്ഞാൽ പോരെ? ഐ ബിലീവ് ഇൻ യു അല്ലേ? ഐ പ്രിഫർ ടീ ടു കോഫി എന്ന് പറയില്ലേ? ഐ പ്രിഫർ ടീ ടു കോഫി അല്ലേ? ഐ ആം പ്രിഫറിങ് ടീ ടു കോഫി എന്ന് പറയില്ല. ഐ പ്രിഫർ ടീ ടു കോഫി എന്നേ പറയുള്ളൂ. ആ പ്രിഫർ കണ്ടോ? ing എഴുതണ്ട. സി ആ ലിസ്റ്റിലുള്ള വേർഡാണ്. ഐ ആം ലവിങ് യു എന്നല്ല, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മതി. ഐ ബിലീവ് ഇൻ യു എന്ന് പറഞ്ഞാൽ മതി. സോ സെയിം തിങ്. സോ ദർ ആർ സർട്ടൻ വേർഡ്സ് ദാറ്റ് ഇസ് നോൺ കണ്ടിന്യൂസ്. സ്റ്റാറ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. കണ്ടീഷണൽ സെന്റൻസസ്. നമ്മൾ കണ്ടീഷണൽ സെന്റൻസസ് ഇത്തവണ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. ഇതിന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. കണ്ടീഷണൽ സെന്റൻസിൽ ഏത് ടെൻസ് ആണ്, എങ്ങനെ ഇതിനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ ഇതിനെ ആക്റ്റീവ് പാസീവ് ആക്കണം, എല്ലാത്തിനും ഓരോ റൂൾസാണ്. നമ്മളെല്ലാം ഇതിൽ നോക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. കണ്ടീഷണൽ സെന്റൻസസിന് കുറേ ടൈപ്സ് ഉണ്ട്. 3 ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പ് എന്താണ്? ഇഫ് കഴിഞ്ഞിട്ട് ഒരു പ്രസന്റ് ടെൻസിലാണ് പറയാന്ന് വെച്ചോ. അത് കഴിയുമ്പോൾ എന്ത് വരും? പ്രസന്റ് ടെൻസ് ആണല്ലോ. അപ്പോൾ വിൽ, ക്യാൻ, മേ. ഇനി ഇഫ് കഴിഞ്ഞ് പാസ്റ്റ് ആണെങ്കിൽ എന്ത് വരും? ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ടെൻസ് എഴുതാം. വുഡ്, കുഡ്, മൈറ്റ്. അത് കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് ദ വേർബ് എഴുതുക. ഇനി വേറുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോഴും നമ്മൾ വുഡ്, കുഡ്, മൈറ്റ് തന്നെ എഴുതേണ്ടത്. പക്ഷേ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് എന്ത് ഫോം ഓഫ് വേർബ് എഴുതണം? V3 എഴുതണം. V1, V2, V3 എല്ലാവർക്കും അറിയാലോ. V1, V2, V3 എന്താണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഇതാണ് V1, V2, V3 അല്ലേ? റൈറ്റ്, wrote, written. ക്ലിയർ അല്ലേ? V1, V2, V3 ഫോംസ് ഇതാണ്. അപ്പോൾ കണ്ടീഷണൽ സെന്റൻസസിൽ ഇഫ് കഴിഞ്ഞ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വിൽ, ക്യാൻ, മേ വിത്ത് V1 ഫോം. പാസ്റ്റ് ആണെങ്കിലോ വുഡ്, കുഡ്, മൈറ്റ് വിത്ത് V1 ഫോം തന്നെയാണ്. ടൈപ്പ് 3യിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് വരികയാണെങ്കിൽ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V3 എഴുതാം. നോക്കിയേ, ഇഫ് ഇറ്റ് റെയിൻസ്. റെയിൻസ് എന്താണ്? പ്രസന്റ് ടെൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. അടുത്ത് നോക്കിയേ, ഇഫ് ഇറ്റ് റെയിൻസ് വീണ്ടും നമ്മൾ പ്രസന്റ് ടെൻസിലാണ്. വി വിൽ ക്യാൻസൽ ദ മാച്ച്. സെയിം തിങ്. ഇനി നോക്കിയേ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. നമ്മൾ വർക്ക് ഹാർഡ് ചെയ്താൽ യു വിൽ സക്സീഡ് എന്നാണ് നമുക്ക് മനസ്സിലായ. സെക്കൻഡ് നോക്കിയേ, ഇഫ് പ്ലസ് പാസ്റ്റ് ആണെങ്കിലോ ഇഫ് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ we would have cancelled the match. അല്ലെങ്കിൽ if it had rained yesterday we would not have cancelled the match. അല്ലെങ്കിൽ we would have cancelled the match എന്ന് പറയാം. If you had worked hard you would have succeeded അല്ലേ? V3 ആണ് എഴുതേണ്ടത്. അപ്പം if you had worked hard you had എന്താണ്? past perfect അല്ലേ? അപ്പോൾ would എഴുതണം. You would have passed the exam എന്ന് പറയില്ലേ? സെയിം തിങ്. ഓക്കെ ആണല്ലോ? കണ്ടീഷണൽ സെന്റൻസസിന് 2 ആയിട്ട് നമ്മൾ എഴുതണം. ഇനി മിക്സ്ഡ് കണ്ടീഷണൽസ് എന്താണെന്ന് നോക്കാം. മിക്സ്ഡ് കണ്ടീഷണൽസ് എന്താണ്? കുറച്ച് ഇപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷണൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഇല്ലേ? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയാം. പാസ്റ്റ് കണ്ടീഷൻസ്, പ്രസന്റ് റിസൾട്ട്. നോക്കിയേ, പണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ പൈസ ഉണ്ടാക്കിയത്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ബി റിച്ച് നൗ അല്ലേ? പാസ്റ്റിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് ഞാൻ പ്രസന്റിൽ റിസൾട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താ, പ്രസന്റിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് പാസ്റ്റ് റിസൾട്ട് പറയാലോ. ഇഫ് ഹി വെർ സ്മാർട്ടർ ഹി വുഡ് ഹാവ് പാസ്ഡ്. ഇപ്പോൾ കുറച്ചും കൂടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പാസ്സായേനെ എന്ന് പറയുന്നതാണ്. 2 ഉണ്ട്. അപ്പം മിക്സ്ഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പാസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞ് പ്രസന്റ് റിസൾട്ട് പറയുന്നത്, തിരിച്ചും പ്രസന്റ് കണ്ടീഷൻ കഴിഞ്ഞ് പാസ്റ്റ് റിസൾട്ട് പറയുന്നത്. എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ബി റിച്ച് നൗ. തിരിച്ച് പറയുകയാണെങ്കിലോ ഇഫ് ഹി വെർ സ്മാർട്ടർ ഹി വുഡ് ഹാവ് പാസ്ഡ്. വേറെയുണ്ട് എക്സാമ്പിൾസ്. നോക്കിയേ, പാസ്റ്റിൽ ഒരു കണ്ടീഷൻ പറയാണ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ബി സക്സസ്ഫുൾ നൗ അല്ലേ? അത് പാസ്റ്റ് കണ്ടീഷനും പ്രസന്റ് റിസൾട്ടും ആണ് പറയുന്നത്. നോക്കിയേ, ഇഫ് ഹി വെർ കെയർഫുൾ ഹി വുഡ് നോട്ട് ഹാവ് മെറ്റ് ദ ആക്സിഡന്റ്.
പാസ്റ്റിലൊരു പ്രസൻറ്റിലൊരു കണ്ടീഷനും പാസ്റ്റ് ഓൾറെഡി ആക്സിഡൻറ്റ് പറ്റി അല്ലേ, പക്ഷെ അയാൾ ഇത്തിരി കൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ ആ ആക്സിഡൻറ്റ് പറ്റില്ല. കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയാൽ ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വിൽ ഹാവ് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എക്സാംസിൽ തരും സ്പോട്ട് എററിന്. വില്ല് തെറ്റാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൻ്റെ ടൈപ്പ് നോക്ക്, അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ തന്നെ വേണം പഠിച്ചു വെക്കാൻ. എപ്പോഴും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കണം. നമ്മൾ ഇഫ് കഴിഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ്, കുഡ്, മൈറ്റ്, ഹാവ്. ഇഫ് കഴിഞ്ഞ് പാസ്റ്റ് ടെൻസ് മാത്രമാണെങ്കിലും വുഡ്, കുഡ്, മൈറ്റ്. അല്ലെങ്കിൽ ഇഫ് കഴിഞ്ഞ് പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി വിൽ, ക്യാൻ, മേ. ലൈക്ക് ഐ സെഡ്, ഇവിടെ കുറേ കാര്യങ്ങൾ മാറ്റാം. ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് കണ്ടോ, അത് പ്രസന്റ് അല്ലേ. നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യനിൽ വി വുഡ് ക്യാൻസൽ ദ മാച്ച് എന്ന് പറഞ്ഞിട്ട് സ്പോട്ട് എറർ ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് ഓൾറെഡി ഈ 3 വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഈ 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കണ്ടീഷണൽ സെൻറ്റൻസസിൻ്റെ ഓൾസോ ദർ ആർ സംതിങ് കോൾ മിക്സ്ഡ് കണ്ടീഷൻസ്. അതും എങ്ങനെയാണെന്ന് തന്നെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. വി ഹവ് കംപ്ലീറ്റഡ് 41 റൂൾസ് ഔട്ട് ഓഫ് ദ റൂൾസ്. നമുക്ക് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലൈക്ക് ഐ സെഡ്, ഓരോരോ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ആൻഡ് നമുക്ക് ബാക്കി റൂൾസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.